എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം ഡിസംബർ 21. മനുഷ്യ അവതാരം ഭയം ഇല്ലാതാക്കി. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് സ്വർഗം ആവർത്തിച്ചു നൽകിയ സന്ദേശമാണ് ഭയപ്പെടേണ്ട എന്നത്. യേശുവിൻ്റെ ആഗമന സൂചകമായ സ്നാപകൻ്റെ ജനനവാർത്ത അറിയിക്കവേ ദൈവദൂതൻ സഖറിയ പുരോഹിതനോട് ആദ്യം പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നാണ്. കന്യകമറിയത്തെ യേശുവിൻ്റെ മനുഷ്യ അവതാരത്തെപ്പറ്റിയുള്ള മംഗളവാർത്ത അറിയിച്ചപ്പോഴും ദൈവദൂതൻ പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നാണ്. അവസാനം ദിവ്യശിശു പിറന്ന വാർത്ത ആട്ടിടയരെ അറിയിച്ചതും ഭയപ്പെടേണ്ട എന്ന മുഖവുരയോടെയായിരുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് ഭയത്തെ വിശദീകരിക്കുന്നത് ദൈവത്തോടുള്ള അകൽച്ചയുമായി ബന്ധപ്പെടുത്തിയാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് അടിസ്ഥാനപരമായി ഭയം നമ്മെ ബാധിക്കുന്നത്. മനുഷ്യൻ്റെ പാപം മൂലം വന്ന ഭയം യേശുവിൻ്റെ ആഗമനത്തോടെ നീക്കം ചെയ്യപ്പെട്ടതിനാൽ തിരുപ്പിറവിയുടെ സന്ദേശം തന്നെ ഭയപ്പെടേണ്ട എന്നാകുന്നത് വളരെ അർത്ഥവത്താണ്. ഭയത്തിന് കാരണം ദൈവം കൂടെ ഇല്ലാത്തതാണെങ്കിൽ ഭയം മാറാനുള്ള മാർഗം ദൈവം നമ്മോടുകൂടെ എമ്മാനുവേൽ ആകുക തന്നെയാണല്ലോ. അതിനാലാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചപ്പോൾ ഭയപ്പെടേണ്ട എന്ന് സ്വർഗം വിളിച്ചു പറയുന്നത്. നമ്മോടുകൂടെ ആയിരിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് നമ്മെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവിടുത്തെ അനന്ത സ്നേഹമാണ്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഇത് സ്ഥിരീകരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട എന്ന ക്രിസ്മസ് സന്ദേശത്തിൻ്റെ അർത്ഥം യേശുവിൻ്റെ ജനനത്തോടെ ഏകാന്തതയും അനാഥത്വവും കൂടെ ആരുമില്ലല്ലോ എന്ന ഭയവും എന്നേക്കുമായി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരമ്മ അതിൻ്റെ കുഞ്ഞിനോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ആ കുഞ്ഞനുഭവിക്കുന്ന ഊഷ്മളമായ മാതൃസ്നേഹവും അതിൽ നിന്നുളവാകുന്ന ആശ്രയബോധവും തന്നെയാണ് ഭയപ്പെടേണ്ട എന്ന് പുൽക്കൂട്ടിലെ ഈശോ നമ്മോട് ഓരോരുത്തരോടും പറയുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ടത്. നമ്മോടുകൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞവരും അങ്ങനെ നാം പ്രതീക്ഷിച്ചവരും മനുഷ്യർ എന്ന പരിമിതി മൂലം നമ്മെ ഒറ്റയ്ക്കാക്കിയിട്ട് അകന്നുപോകും. അങ്ങനെ നാം തനിച്ചാകുമ്പോൾ ഉളവാകുന്ന കഠിന ദുഃഖവും ഭയവും താങ്ങാനാവാത്ത തന്നെയായിരിക്കും. അപ്പോഴും നിലയ്ക്കാത്തൊരു സാന്ത്വന സ്വരം നമ്മുടെ ആത്മാവിൽ നാം കേൾക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഈശോയുടെ ദിവ്യസ്വരം. രാവും പകലും നമ്മോട് യേശുവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതിനു വേണ്ടിയാണ് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും നമ്മുടെ കൂടെ പാർക്കാനായി മനുഷ്യ അവതാരം ചെയ്തതും. ഭയത്തിന് 3 മേഖലകൾ ഉണ്ട്. 1 ഭൂതകാല ജീവിത വീഴ്ചകൾ സംബന്ധിച്ച്, 2 വർത്തമാനകാല പ്രതിസന്ധികൾ സംബന്ധിച്ച്, 3 ഭാവികാല അനിശ്ചിതത്വങ്ങൾ സംബന്ധിച്ച്. ഒന്നാമത്തേത്, കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചകളെ പറ്റിയുള്ള ഭയം സ്വാഭാവികമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള അന്ത്യവിധിയെ പറ്റിയുള്ള യേശുവിൻ്റെ വാക്കുകൾ ശരിക്കും ഭയമുളവാക്കുന്നവ തന്നെയാണ്. യേശുവിൻ്റെ ഇടതുവശത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവരോട്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിനെന്ന് യേശു പറയുന്നതിന് എന്ത് തെറ്റാണ് അവർ ചെയ്തത്?
തെറ്റൊന്നും സൂചിപ്പിക്കുന്ന പോലുമില്ല. പ്രത്യുത വിശക്കുന്നവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കാതിരുന്നതും പരദേശികൾക്ക് താമസ സൗകര്യങ്ങൾ നൽകാതിരുന്നതും ഉടുതുണി പോലും ഇല്ലാത്തത്ര ദരിദ്രരായവരെ സഹായിക്കാതിരുന്നതും രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും ഉള്ളവരെ സന്ദർശിച്ച് വേണ്ട സഹായം ചെയ്യാതിരുന്നതുമാണ് നിത്യശിക്ഷയ്ക്ക് അവരെ അർഹരാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശുവിൻ്റെ പ്രസ്താവനയും നമ്മെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയെങ്കിൽ ആർക്ക് താങ്ങാനാവും അന്ത്യവിധി? ആരെയാണ് ഈ യാഥാർത്ഥ്യം ഭയപ്പെടുത്താത്തത്? ഇവിടെയാണ് ഭയപ്പെടേണ്ട എന്ന ഈശോയുടെ വാക്കുകളുടെ പ്രസക്തി. കാരണം യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ആട്ടിടയർക്കുള്ള ക്രിസ്മസ് സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് യേശു മനുഷ്യകുലത്തെ രക്ഷിക്കും എന്ന് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യോസേപ്പ് പിതാവിനുള്ള മംഗളവാർത്തയിൽ ഇക്കാര്യം കുറെ കൂടി തെളിച്ച് പറയുന്നുണ്ട്. മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് നൽകണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കഴിഞ്ഞ കാലത്തെ സ്വന്തം പാപവീഴ്ചകൾ പോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളും നമ്മെ വിഷമിപ്പിക്കുന്നവയാണ്. അവയുടെ ഓർമ്മ വലിയ ദുഃഖവും ഭയവുമൊക്കെ ഉളവാക്കുന്നതാണ്. അപ്പോഴും ഈശോ പറയുന്നത് എന്താണ്? ആ സന്ദർഭങ്ങളിലെല്ലാം അദൃശ്യനായി നമ്മോടുകൂടെ അവിടുന്ന് ഉണ്ടായിരുന്നെന്നും അവയെല്ലാം നമ്മുടെ നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കും എന്നും അത്രേ. ഭയത്തിൻ്റെ 2-ാമത്തെ മേഖല വർത്തമാനകാല പ്രശ്നങ്ങളാണ്. അവ നമ്മെ ഭയത്തിനും ദുഃഖത്തിനും അടിമകളാക്കി മാറ്റും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്കുണ്ടായ കഠിന ഭയത്തിൽ നിന്ന് യേശു അവരെ രക്ഷിച്ചത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ശിഷ്യന്മാർ തനിയെ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ പാതിരാത്രിയിൽ നടുക്കടലിൽ വെച്ച് കാറ്റും കോളുമുണ്ടായി. തിരമാലകൾപ്പെട്ട് അവർ ഉലഞ്ഞു. യേശു വഞ്ചിയിൽ ഉണ്ടായിരുന്നില്ല, കരയിൽ മലമുകൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യരുടെ ദുസ്ഥിതി അറിഞ്ഞ ഈശോ അവർ ആവശ്യപ്പെടാതെ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഓടി നടന്ന് അവിടെ എത്തി അവരെ രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാണ്, ധൈര്യമായിരിക്കുക. നമ്മുടെ ഇന്നത്തെ ജീവിത പ്രതിസന്ധികൾ കർത്താവ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തക്ക സമയത്ത് ഓടി വരും, രക്ഷിക്കും. ഇത് നാം ഉറച്ച് വിശ്വസിക്കണം. വിശ്വസിക്കാതെ അത് സംഭവിക്കില്ല. അതുകൊണ്ടാണ് യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച രക്തസ്രാവക്കാരി സ്ത്രീയോട് അവിടുന്ന് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയത്തിൻ്റെ 3-ാമത്തെ മേഖല ഭാവിയെക്കുറിച്ചുള്ള
അവ്യക്തതകളാണ്. അത് നമ്മെ വളരെയേറെ ജീവിതത്തെ മഥിക്കുന്നതാണ്. വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നവർ, ജോലി കിട്ടാത്തവർ, ഗുരുതര രോഗം ബാധിച്ചവർ, കടബാധിതയിൽപ്പെട്ടവർ, ജോലി, തൊഴിൽ, വിവാഹ മേഖലകളിൽ വഴിമുട്ടി നിൽക്കുന്നവർ, മക്കളുടെ വിശ്വാസത്യാഗവും ജീവിത അന്തസ്സ് പ്രവേശിക്കായികയും നേരിടുന്നവർ, വിവാഹം പ്രതിസന്ധിയിലായവർ, ഇവരൊക്കെ അനുഭവിക്കുന്ന ഭയം എത്രയോ വലുതാണ്. ആത്മീയ രംഗത്തുള്ള ഭയവും നിസ്സാരമല്ല. വിശുദ്ധി പാലിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോകുന്നവർ, കോപം, ദേഷ്യം, അസൂയ തുടങ്ങിയ പ്രതികൂല വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തവർ, മദ്യം, മയക്കുമരുന്ന്, ലൈംഗിക തിന്മകൾ എന്നിവയ്ക്ക് അടിമപ്പെട്ടു പോകുന്നവർ, പ്രാർത്ഥനാ ജീവിതത്തിൽ പുരോഗതിയോ സ്ഥിരതയോ ഇല്ലാത്തവർ, ഇവരൊക്കെ കടുത്ത ആന്തരിക ദുഃഖത്തിലും ഭയത്തിലുമാണ്. ഇവർക്കും യേശു തന്നെയാണ് പ്രതിവിധി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിൻ്റെ തിരുസവിധയെ നിന്നുകൊണ്ട് അവിടുത്തെ സാന്ത്വന വചസ്സുകൾ വീണ്ടും വീണ്ടും നമുക്കും കേൾക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്.